സാർ എന്താണ് വേണ്ടത്? പെട്ടെന്ന് 2 കോഫി എടുക്കുക. ശരി സാർ. നിങ്ങൾ നല്ല ചേർച്ചയാണ് സാറേ. താങ്ക് യു. ഹലോ ഹലോ, എവിടെയാ ഉള്ളേ? ഈ ഹോട്ടലിന്റെ പുറത്തുണ്ട്, പുറത്തേക്ക് വാ. ഓ, ഞാനിവിടെ അകത്ത് തന്നെ ഉണ്ട്, ഇപ്പൊ വരാം. ആരാ സ്വപ്നെ? എന്തു പറ്റി? അതൊന്നുമില്ല, നിങ്ങൾ കോഫി കുടിക്ക്, ഞാൻ അപ്പത്തേക്ക് വന്നേക്കാം. ഓക്കെ. ഹലോ ചേട്ടാ, എവിടെയാ? ഞാനിവിടെ വെളിയിൽ തന്നെ നിപ്പുണ്ട്, ഇങ്ങോട്ട് വന്നേക്ക്. ഹലോ, ആരാ ഇത്? എന്റെ പേര് രവി എന്നാ. മറന്നുപോയോ? ഹലോ, നിങ്ങൾ ചോദിച്ചത് ഞാൻ തന്നില്ലേ, പിന്നെ എന്തിനാ ഫോൺ ചെയ്യുന്നേ? 10,000 രൂപയ്ക്ക് ഒതുക്കാൻ പറ്റിയ സൗന്ദര്യമാണോ നിന്റെ? മിനിമം ലക്ഷങ്ങളെങ്കിലും വേണം. ഷട്ടപ്പ്. ലക്ഷങ്ങളോ? നീ എന്നെ ഷട്ടപ്പ് പറഞ്ഞ വായടപ്പിക്കാൻ നോക്കുവാണോ? എനിക്കിപ്പോ 1 ലക്ഷം രൂപ കിട്ടിയേ തീരൂ. നീ തന്നില്ലെങ്കിൽ നിന്റെ സൗന്ദര്യം നീ നെറ്റി കണ്ടോ? ഇച്ചിരിയെങ്കിലും മനുഷ്യത്വമുണ്ടോ? പണത്തിന് വേണ്ടി ഒരു പെണ്ണിന്റെ ജീവിതം കളയുവോ? നിന്നെയൊക്കെ ഇല്ലേ? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാശ് പോയാൽ സമ്പാദിക്കാം. ആ വീഡിയോ നിന്റെ അച്ഛനും അമ്മയും കണ്ടാലുള്ള ഗതി ആലോചിച്ചു നോക്ക്. ചേച്ചി, ചേച്ചി എന്തോ ചേച്ചി, എന്തിനാ കരയുന്നത്? ചേച്ചി പ്ലീസ് എന്താന്ന് പറയൂ. എന്താ ചേച്ചി ഇത്? ഇതെങ്ങനെയാ സംഭവിച്ചേ? എന്നെ ഇതും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഈ വീഡിയോ ഞാനിവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോ ആര് എങ്ങനെ എപ്പോ എടുത്തെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ റെസ്റ്റോറന്റിൽ പോയപ്പോ അവന് 10,000 രൂപ കൊടുത്തിരുന്നു. 10,000 കൊടുത്ത മെമ്മറി കാർഡ് തരുമെന്ന് അവര് പറഞ്ഞ്. പേടിക്കണ്ട ചേച്ചി, ഇപ്പൊ അവൻ 1 ലക്ഷം എന്നോട് ചോദിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട. ടെൻഷൻ അടിക്കാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്ന? ഇത് ഇനി വേറെ ആരെങ്കിലും കണ്ട ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പ്ലീസ് ചേച്ചി, എനിക്ക് ജീവിക്കണ്ട. ചേച്ചി എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത്? ചേട്ടനുണ്ടല്ലോ. അതെ സ്വപ്നെ, ഞാനുള്ളപ്പോ നീ എന്തിനാ ഭയപ്പെടുന്നേ? ഈ വിഷയം റെസ്റ്റോറന്റ് വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ വെച്ച് അവനെ പണി കൊടുത്ത് ഞാൻ വിട്ടേനെ. ഇപ്പൊ നിങ്ങൾ ഈ പാല് കുടിച്ചിട്ട് കിടക്കാൻ നോക്ക്. അവന്റെ വിഷയം നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. ഏതായാലും നാളെ അമ്മയും അച്ഛനൊക്കെ നാട്ടിൽ നിന്ന് വരുമല്ലോ. ഓക്കെ, ഇനി ഈ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. കാശുമില്ല, ഒന്നുമില്ല എന്ന് എത്ര പ്രാവശ്യം പറയണം? ചേട്ടാ, നിങ്ങൾ കിടന്നില്ലായിരുന്നോ? പാല് കുടിച്ചില്ലേ? ചേട്ടാ, ആ ബ്ലാക്ക്മെയിൽ ചെയ്ത് ആരെന്ന് കണ്ടുപിടിച്ചു. അത് അവൻ തന്നെയാ. ചേട്ടാ, അന്ന് രാത്രി നമ്മുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി കേറിയില്ലേ? അച്ഛനെ കുത്താൻ വന്നപ്പോ ചേട്ടൻ അവരൊക്കെ പിടിച്ച് മാറ്റിയില്ലായിരുന്നോ? മറ്റേ അവൻ, ഐ എം ഷുവർ അവൻ. വൺ മിനിറ്റ്. ഫോൺ എന്തിനാ കട്ട് ചെയ്ത ഗോപി? നീ പറഞ്ഞോണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തത്. നീ അയച്ച വീഡിയോ അല്ലേ സ്വപ്നക്ക് ഞാൻ വീണ്ടും അയച്ചത്. ഇപ്പൊ കാശ് ചോദിച്ചപ്പോ ഫോൺ കട്ട് ചെയ്ത് കളിക്കുന്നു. എന്നെ മണ്ടനാക്കോ നീ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെക്കാളും കാശ് നിനക്ക് വലുതായല്ലേ? നിനക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്തത്. ആദ്യം ഫോൺ ചെയ്ത് 10,000 ചോദിക്കാൻ പറഞ്ഞു, പിന്നെ ഫോൺ ചെയ്ത ഉടനെ 1 ലക്ഷം ചോദിക്കാൻ പറഞ്ഞു. എടാ, ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്നോട് നിനക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല. കാരണം ആ സ്വപ്നയുടെ കാര്യത്തില് നീ എനിക്ക് ഷെയർ തരാന്ന് പറഞ്ഞല്ലേ, അതിനു വേണ്ടി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സഹിച്ചോളാം. എനിക്ക് കുറച്ച് പൈസ വേഗം. പ്രശ്നങ്ങളുണ്ട്, എല്ലാം എനിക്ക് നിന്നോട് ഇപ്പൊ പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് നാളെ രാവിലെ കാശ് കിട്ടിയേ പറ്റൂ. ബൈ. നീ ഇത്രയും മോശമായിരുന്നു.
എന്നോട് ക്ഷമിക്ക് സ്വപ്നെ, എന്നോട് ക്ഷമിക്ക്. സോറി സ്വപ്നെ. ഞാൻ അങ്ങനെ പറയുന്നു വിചാരിച്ചോ? ഇല്ലടി. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഞാൻ ആരാണെന്ന് നിനക്കിപ്പം മനസ്സിലായതുകൊണ്ടാ. എന്റെ അമ്മ മരിച്ചപ്പോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിങ്ങൾക്ക് സേവയുണ്ടാക്കാനല്ല, ഈ കുടുംബം മൊത്തത്തില് നശിപ്പിച്ചു കളയാനാ. എവിടേക്കാടി രക്ഷപ്പെട്ടു പോകുന്നേ? നിക്കാൻ, നിക്കടി ഇവിടെ, നിക്കാൻ. അവിടെ നിക്ക്. രമ്യ, രമ്യ എഴുന്നേക്ക്. രമ്യ, അവളങ്ങനെ എണിക്കാൻ പോകുന്നില്ല. രമ്യ. കാരണം നിങ്ങൾക്ക് തന്ന പാലിൽ ഞാൻ മയക്കുമരുന്ന് കലർത്തിയായിരുന്നു. നീയും അത് കുടിച്ചു കാണുന്ന ഞാൻ വിചാരിച്ചേ, പക്ഷെ എങ്ങനെയോ മിസ്സായി. രമ്യ, അത് സാരമൊന്നുമില്ല. അങ്ങനെ എന്നെ കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ് നാടകം കളിച്ച് ആ ബ്ലാക്ക് മെയിലർ കാരണമാണ് ഡിപ്രഷൻ കൊണ്ട് ഞാൻ സൂസൈഡ് ചെയ്തെന്ന് അവൻ കഥയൊക്കെ ഉണ്ടാക്കി എല്ലാവരും വിശ്വസിപ്പിച്ചു. ഞാൻ ആ വീടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി മന്ത്രവാദികളെ വെച്ച് മന്ത്രം ചെയ്ത് എന്നെ അകത്ത് കയറ്റാതെ തടഞ്ഞു.